എന്റെ സഹപ്രവർത്തകരെ, എന്റെ സുഹൃത്തെ, ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളും ഏറ്റവും പരാജയപ്പെട്ട ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 1 മണിക്കൂർ, അതെ, വെറും 60 മിനിറ്റ്, പ്രഭാതത്തിലെ ആദ്യ മണിക്കൂർ. ഞാൻ നെപ്പോളിയൻ ഹില്ലാണ്. ഇന്ന് 50 വർഷത്തെ ഗവേഷണത്തിലൂടെ ഞാൻ കണ്ടെത്തിയ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. 1908-ൽ ആൻഡ്രൂ കാർണഗി എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ആദ്യ ചോദ്യം, നെപ്പോളിയൻ, നിങ്ങൾ രാവിലെ എങ്ങനെ എഴുന്നേൽക്കും? ഞാൻ ഞെട്ടിപ്പോയി. ബിസിനസ്സിനെക്കുറിച്ച്, പണം സമ്പാദിക്കാമെന്നതിനെക്കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യ ചോദ്യം രാവിലെ. അന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കൂ സുഹൃത്തെ, നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. നിങ്ങൾ രാവിലെ വിതയ്ക്കുന്ന വിത്തുകൾ വൈകുന്നേരം നിങ്ങൾ കൊയ്യുന്നു. നിങ്ങൾ ഭയത്തിൻ്റെയും മടിയുടെയും രാവിലെ ആശയക്കുഴപ്പത്തിൻ്റെയും വിത്തുകൾ വിതച്ചാൽ അവ ദിവസം മുഴുവൻ വളരും. പക്ഷേ രാവിലെ ലക്ഷ്യബോധത്തിൻ്റെയും വ്യക്തതയുടെയും ജ്വലിക്കുന്ന ആഗ്രഹത്തിൻ്റെയും വിത്തുകൾ വിതച്ചാൽ വൈകുന്നേരത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അമേരിക്കയിലെ ഏറ്റവും വിജയകരമായ 500-ലധികം ആളുകളെ ഞാൻ അഭിമുഖീകരിച്ചു. ഞാൻ ഹെൻറി ഫോർഡിനെ, തോമസ് എഡിസനെ, റോക്ക്ഫെല്ലറെ കണ്ടുമുട്ടി. അവർക്കെല്ലാം പൊതുവായുള്ളതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവരെല്ലാം അവരുടെ പ്രഭാതങ്ങളുടെ യജമാനന്മാരായിരുന്നു. ലോകം അവരുടെ പ്രഭാതങ്ങളെ നിയന്ത്രിച്ചില്ല. അവർ സ്വന്തം പ്രഭാതങ്ങൾ രൂപകൽപ്പന ചെയ്തു. ഒരു ധനികനും ദരിദ്രനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. ഒരു ധനികൻ അവരുടെ പ്രഭാതങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു ദരിദ്രൻ അവരുടെ പ്രഭാതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, 99% ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അവർ കണ്ണു തുറന്ന ഉടനെ അവർ എന്താണ് ചെയ്യുന്നത്? അവർ മൊബൈൽ ഫോണുകൾ എടുക്കുന്നു, വാട്സാപ്പ് തുറക്കുന്നു, ഇൻസ്റ്റഗ്രാമിലൂടെ സ്ക്രോൾ ചെയ്യുന്നു, ലോകത്തെന്താണ് തെറ്റ് സംഭവിക്കുന്നതെന്ന് കാണാൻ ന്യൂസുകൾ പരിശോധിക്കുന്നു. സുഹൃത്തെ, അത്രമാത്രം, കളി കഴിഞ്ഞു. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു. അപരിചിതനിൽ നിന്നുള്ള ഒരു സന്ദേശം നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിച്ചു. ചില നെഗറ്റീവ് വാർത്തകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉലച്ചു. ആരുടെയോ വ്യാജ വിജയം നിങ്ങളെ അസൂയപ്പെടുത്തി. ഞാൻ നിങ്ങളോട് നേരിട്ട് പറയും, ഇത് ആത്മഹത്യയാണ്, മാനസിക ആത്മഹത്യ. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും തുറന്നിരിക്കും. അതൊരു ശൂന്യമായ ക്യാൻവാസ് പോലെയാണ്. നിങ്ങൾ അതിൽ വരയ്ക്കുന്ന ആദ്യ ചിത്രം ദിവസം മുഴുവൻ നിങ്ങളുടെ മുൻപിൽ നിലനിൽക്കും. ഞാൻ എൻ്റെ പുസ്തകത്തിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്നെഴുതി. എന്നാൽ ഏറ്റവും ശക്തമായ ചിന്തകൾ രാവിലെ ആദ്യത്തെ 30 മിനിറ്റിൽ വരുന്നവയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ശരിക്കും മാറ്റണമെങ്കിൽ, നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ, സന്തോഷവാനായിരിക്കണമെങ്കിൽ, വിജയകരമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രഭാതത്തെ സംരക്ഷിക്കണം. ഒരു പട്ടാളക്കാരൻ തൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നതുപോലെ, അതുപോലെ ഒന്നും ആരും ഒരു അറിയിപ്പും നിങ്ങളുടെ പ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുന്നതുവരെ കടന്നു കയറാൻ പാടില്ല. ഇനി ഞാൻ നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറയും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. രാവിലെ ആദ്യപടി, ദി സേക്രഡ് സൈലൻസ്. കണ്ണുകൾ തുറന്നാലുടനെ എഴുന്നേൽക്കരുത്. 2 മിനിറ്റ് കിടക്കുക. കണ്ണുകൾ അടച്ചു കിടക്കുക, പക്ഷെ ഉറങ്ങരുത്. ഈ 2 മിനിറ്റിനുള്ളിൽ മനസ്സിനോട് സംസാരിക്കുക. പറയുക, ഇന്നൊരു പുതിയ ദിവസമാണ്. ഇന്നു ഞാൻ എൻ്റെ വിധിയിലേക്ക് ഒരു പടി അടുക്കും. ഇന്നെന്നെ തടയാൻ യാതൊന്നിനും കഴിയില്ല. ഇതൊരു സ്ഥിരീകരണമാണ്. പക്ഷെ അത് വെറുതെ പറയരുത്, അത് അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ആ ശക്തി അനുഭവിക്കുക. തോമസ് എഡിസൺ എന്നോട് പറയാറുണ്ടായിരുന്നു, നെപ്പോളിയൻ, ഞാൻ രാവിലെ ഉണരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നു, ഇന്നു ഞാൻ ലോകത്തെ മാറ്റുന്ന എന്തെങ്കിലും സൃഷ്ടിക്കുമെന്ന്. ഇതാ, അവൻ ലൈറ്റ് ബൾബ് സൃഷ്ടിച്ചു, ഫോണോഗ്രാഫ് സൃഷ്ടിച്ചു. ലോകം ശരിക്കും മാറി. 2ാമത്തെ ഘട്ടം, കൃതജ്ഞതാ തിരയൽ. ഇപ്പോൾ പതുക്കെ ഉണരുക. നിങ്ങളുടെ കട്ടിലിൽ ഇരിക്കുക. 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ കൈവശം ധാരാളം പണമില്ലായിരിക്കാം. നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടാകാം. പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ കൈകാലുകൾ ആരോഗ്യകരമാണ്.
ചിന്തിക്കാൻ കഴിയുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഊർജമാണ് കൃതജ്ഞത. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ ആകർഷിക്കപ്പെടുന്നു. ആകർഷണ നിയമത്തിന്റെ ആദ്യ നിയമമാണിത്. മൂന്നാം ഘട്ടം, നിങ്ങളുടെ മനസ്സിന്റെ വിഷൻ ബോർഡ്. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കൂ, ജനൽ തുറക്കൂ, കുറച്ച് ശുദ്ധവായു അകത്തേക്ക് വിടൂ, കണ്ണടയ്ക്കൂ, 5 മിനിറ്റ് സങ്കൽപ്പിക്കൂ 5 വർഷത്തിന് ശേഷം നിങ്ങൾ എങ്ങനെയിരിക്കും? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങൾ ഏതുതരം കാറാണ് ഓടിക്കുന്നത്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് എന്താണ്? ആളുകൾ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നു? ഓരോ വിശദാംശങ്ങളും നോക്കൂ, നിറങ്ങൾ നോക്കൂ, ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക, ആ സന്തോഷം അനുഭവിക്കൂ. ആൻഡ്രൂ കാർണേഗി എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്നതെന്തും നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. കൂടുതൽ തവണ ഞാൻ വ്യക്തമായി ദൃശ്യവൽക്കരിക്കുന്നു, എന്റെ ലക്ഷ്യങ്ങൾ കൂടുതൽ തവണ നേടിയെടുക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് വാക്കുകളുടെ ഭാഷയല്ല, ചിത്രങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നു. അതിനാൽ അതിരാവിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ അതിന് നൽകുക. അത് ആ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ദിവസം മുഴുവൻ ചിലവഴിക്കും. ഇനി 4ാമത്തെ പടി, ഇത് വളരെ പ്രധാനമാണ്. ശാരീരിക ചലനം, ഊർജ ഉത്തേജകം. സുഹൃത്തെ, നിങ്ങളുടെ ശരീരവും മനസ്സും വേർപിരിയുന്നില്ല. അവ ഒരേ സിസ്റ്റത്തിന്റെ 2 ഭാഗങ്ങളാണ്. നിങ്ങളുടെ ശരീരം മന്ദഗതിയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സും മന്ദഗതിയിലായിരിക്കും. നിങ്ങളുടെ ശരീരം ഊർജ്ജസ്വലമാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് മൂർച്ചയുള്ളതായിരിക്കും. അതിനാൽ ദൃശ്യവൽക്കരിച്ചതുടൻ നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുക. ജിമ്മിൽ പോകണോ വേണ്ടയോ എന്ന് വിഷയമിരിക്കേണ്ട. വീട്ടിൽ നിങ്ങളുടെ മുറിയിൽ 10 മിനിറ്റ് എന്തെങ്കിലും ചെയ്യുക. ജമ്പിംഗ് ജാക്കുകൾ, പുഷപ്പുകൾ, സ്ക്വാറ്റുകൾ, അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുക. എന്നാൽ നിങ്ങളുടെ ശരീരം ഉണർത്തുക. നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1. നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജൻ വിതരണം വർദ്ധിക്കുന്നു. ഓക്സിജൻ എന്നാൽ ഊർജമെന്നാണ്. 2. നിങ്ങളുടെ തലച്ചോറിൽ എൻഡോർഫിനുകൾ പുറത്തുവരുന്നു. ഇവ സ്വാഭാവിക സന്തോഷ രാസവസ്തുക്കളാണ്. വ്യായാമത്തിനു ശേഷം നിങ്ങൾക്ക് സുഖം തോന്നുന്നത് അവ കൊണ്ടാണ്. 3. നിങ്ങളുടെ ഇച്ഛാശക്തി ശക്തിപ്പെടുന്നു. കാരണം നിങ്ങൾ അതിരാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ 10 പുഷപ്പുകളായാലും നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള സന്ദേശം അയക്കുന്നു: ഞാൻ ബുദ്ധിമുട്ടുള്ളത് ചെയ്യുന്നു, ആവശ്യമുള്ളത് ഞാൻ ചെയ്യുന്നു. ആ മനോഭാവം ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. ഹെൻറി ഫോർഡ് എന്നോട് പറയാറുണ്ടായിരുന്നു, നെപ്പോളിയൻ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഫാക്ടറിക്ക് പുറത്ത് 10 മിനിറ്റ് വേഗത്തിൽ നടക്കാൻ പോകുന്നു. ആ 10 മിനിറ്റിൽ എൻ്റെ ഏറ്റവും നല്ല ആശയങ്ങൾ വരുന്നു. കാരണം ശരീരം ചലിക്കുമ്പോൾ മനസ്സും ചലിക്കുന്നു. ഇപ്പോൾ വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഞാൻ അതിനെ സുവർണ മണിക്കൂർ എന്ന് വിളിക്കുന്നു. ഇതാണ് ആ 1 മണിക്കൂർ. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ആദ്യ ഘട്ടം, എഴുതിയ പ്രഖ്യാപനം. വ്യായാമത്തിനു ശേഷം ഒരു നോട്ട്ബുക്കും ഒരു പേനയും എടുക്കുക. അതെ, പേനയും പേപ്പറും, മൊബൈൽ ഫോണല്ല. ഇപ്പോഴെഴുതുക, എൻ്റെ കൃത്യമായ പ്രധാന ലക്ഷ്യം. എന്നിട്ട് ഒരു വരിയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എഴുതുക. വ്യക്തമായി എഴുതരുത് എനിക്ക് സമ്പന്നനാകണം. എഴുതുക, 2026 ഡിസംബർ 31 ആകുമ്പോഴേക്കും എനിക്ക് 1 കോടി രൂപ സമ്പാദിച്ചിരിക്കും. എഴുതരുത് എനിക്ക് ഫിറ്റ്നസ് വേണം. എഴുതുക, 2025 ജൂൺ 30 ആകുമ്പോഴേക്കും എനിക്ക് 70 കിലോഗ്രാം ഭാരം വരും. എൻ്റെ വയറുവേദന ദൃശ്യമാകും. വ്യക്തത ശക്തിയാണ് സുഹൃത്തെ. ലക്ഷ്യം കൂടുതൽ വ്യക്തമാകുന്തോറും നിർവഹണം കൂടുതൽ ശക്തമാകും. പിന്നെ അതിന് താഴെ എഴുതുക, ഇന്ന് ഞാൻ ഈ 3 കാര്യങ്ങൾ ചെയ്യും, അതെന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. 3 ജോലികൾ എഴുതുക, വെറും 3. ഈ 3 ജോലികളും നിങ്ങളുടെ ലക്ഷ്യവുമായി നേരിട്ട് ബന്ധിപ്പിക്കണം. സമയം പാഴാക്കുന്ന ജോലികളല്ല, ഫലം നൽകുന്ന ജോലികൾ. ഇപ്പോൾ ഈ പേജ് ഉച്ചത്തിൽ വായിക്കുക, 3 തവണ. നിങ്ങളൊരു സത്യം ചെയ്യുന്നത് പോലെ, അതായത് ഒരു പ്രതിജ്ഞ. ഇത് യാന്ത്രിക നിർദ്ദേശം എന്നാണ്. എൻ്റെ മുഴുവൻ തത്വചിന്തയുടെയും അടിസ്ഥാനമായി ഞാനതിനെ മാറ്റിയിരിക്കുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ ബോധമനസ്സിനോട് എന്തു പറഞ്ഞാലും ആവർത്തിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കും.
ഉപബോധ മനസ്സ് അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. രണ്ടാം ഘട്ടം, മാസ്റ്റർ മൈൻഡ് കണക്ഷൻ. ഇപ്പോൾ നിർത്തുക, ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ 5 പേർ ആരാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവർ? പക്ഷേ അവർ കുടുംബം, സുഹൃത്തുക്കൾ, ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ ചരിത്ര വ്യക്തികളായിരിക്കാം. മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് പോലുള്ളവരായിരിക്കാം. ആ 5 പേരെയും നിങ്ങളുടെ മനസ്സിലേക്ക് വിളിക്കുക. സങ്കൽപ്പിക്കുക, അവർ നിങ്ങളുടെ മുന്നിലിരിക്കുന്നു. നിങ്ങൾ അവരോട് ഉപദേശം ചോദിക്കുന്നു. ഇന്ന് ഞാൻ എന്തു ചെയ്യണം? എന്റെ ലക്ഷ്യത്തിലെത്താൻ അടുത്ത ഘട്ടമെന്താണ്? പിന്നെ നിശബ്ദമായിരിക്കുക. ഉത്തരങ്ങൾ വരട്ടെ. ഇത് ഭ്രാന്തായി തോന്നാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലോകത്തിലെ ഒരു പുസ്തകവും നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത മാസ്റ്റർ പ്ലാൻ നിങ്ങൾ കണ്ടെത്തും. നിങ്ങളിത് ആത്മാർത്ഥമായി ചെയ്താൽ നിങ്ങൾക്ക് ആശയങ്ങൾ ലഭിക്കും, നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും. ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ അദൃശ്യ ഉപദേഷ്ടാക്കളായ ലിങ്കൺ, എഡിസൺ, കാർണഗി, നെപ്പോളിയൻ ബോണാപ്പാർട്ടെ എന്നിവരുമായി ഞാൻ സംസാരിക്കുമായിരുന്നു. എല്ലായ്പ്പോഴും എനിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം എനിക്ക് ലഭിക്കുമായിരുന്നു. മൂന്നാം ഘട്ടം, അറിവ് നിക്ഷേപം. ഇപ്പോൾ വായനാ സമയം വരുന്നു. 10-15 മിനിറ്റ്, അത്രമാത്രം. എന്നാൽ എല്ലാ ദിവസവും ഒരു നല്ല പുസ്തകം വായിക്കുക. പ്രചോദനത്തെക്കുറിച്ച്, വിജയത്തെക്കുറിച്ച്, വ്യക്തിഗത വികസനത്തെക്കുറിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്കെൻ്റെ ചിന്തിച്ച് സമ്പന്നരാകുക എന്ന പുസ്തകം വായിക്കാം. എല്ലാ ദിവസവും ഒരധ്യായം. കുറിപ്പുകൾ എഴുതുക. പ്രധാനപ്പെട്ട വരികൾക്ക് അധിവരയിടുക. പ്രഭാത മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. നിങ്ങൾ അതിൽ നിക്ഷേപിക്കുന്ന ഏതറിവും അത് ആഗിരണം ചെയ്യപ്പെടും. വിജയകരമായ ആളുകൾ എല്ലാ ദിവസവും വായിക്കുന്നു. വിജയിക്കാത്ത ആളുകൾ പറയും, എനിക്ക് സമയമില്ല. ഏത് വിഭാഗത്തിൽപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇനി പോഷണത്തെക്കുറിച്ച് സംസാരിക്കാം. സുഹൃത്തെ, നിങ്ങൾ കഴിക്കുന്നതായി നിങ്ങൾ മാറുന്നു. നിങ്ങൾ അതിരാവിലെ തന്നെ കനത്ത എണ്ണമയമുള്ള ജങ്ക് ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ ശരീരം മന്ദഗതിയിലാകും. ദഹനത്തിനായി രക്തം വയറ്റിലേക്ക് പോകും. തലച്ചോറിലേക്ക് എത്തുന്നത് അതിൽ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ലഘുവായ, പോഷകസമൃദ്ധമായ, ഊർജം നൽകുന്ന ഭക്ഷണം കഴിച്ചാൽ ദിവസം മുഴുവൻ നിങ്ങൾ ഉണർന്നിരിക്കും. എൻ്റെ ശുപാർശകൾ: ഫലങ്ങൾ, പുതിയതും സീസണലുമായ ഭക്ഷണം, പ്രോട്ടീൻ, മുട്ട, പാൽ പോലുള്ളവ, നട്ട്സ്, ഒരു പിടി ബദാം അല്ലെങ്കിൽ വാൾനട്ട്, വെള്ളവും ധാരാളം. അതെ, ചായയോ കാപ്പിയോ കുടിക്കണമെങ്കിൽ 1 കപ്പ് കുടിക്കുക. പക്ഷേ അതിനു മുൻപ് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ഉറപ്പാക്കുക. TV കാണരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കരുത്. ശാന്തത പാലിക്കുക. അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവ് സംഗീതം കേൾക്കുക. കാരണം നിങ്ങൾ ഭക്ഷണം ദഹിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന അന്തരീക്ഷവും ദഹിപ്പിക്കുകയാണ്. ശാന്തമായ അന്തരീക്ഷം, മികച്ച ദഹനം, കൂടുതൽ ഊർജം. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഘട്ടം. സുവർണ മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ മുഴുവൻ ദിവസവുമുണ്ട്. ഇമെയിലുകളുണ്ട്, കോളുകളുണ്ട്, മീറ്റിങ്ങുകളുണ്ട്, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഓർക്കുക, രാവിലെ നിങ്ങൾ എഴുതിയ 3 ജോലികൾ ഏറ്റവും പ്രധാനമാണ്. വിജയിച്ച എല്ലാ വ്യക്തികളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു നിയമം ഞാൻ നിങ്ങളോട് പറയാം. ആദ്യം തവളയെ തിന്നുക എന്നതാണ്. അതായത്, നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അസ്വസ്ഥകരമായ ജോലി ആദ്യം ചെയ്യുക. എന്തുകൊണ്ട്? കാരണം രാവിലെ നിങ്ങളുടെ ഇച്ഛാശക്തി അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ദിവസം പുരോഗമിക്കുമ്പോൾ ഇച്ഛാശക്തി കുറയുന്നു. അപ്പോൾ ആ പ്രധാനപ്പെട്ട ജോലി നിങ്ങൾ എപ്പോഴും രാവിലെ 10 മണിക്ക് മുൻപ് മാറ്റിവെച്ചാൽ ദിവസം മുഴുവൻ നിങ്ങളൊരു വിജയിയായി തോന്നും. നിങ്ങളൊരു വിജയിയായി തോന്നുമ്പോൾ നിങ്ങളൊരു വിജയിയായി പ്രവർത്തിക്കുന്നു. വിജയിയായി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. വിജയിയെപ്പോലെ നിങ്ങൾ അവസരങ്ങൾ പിടിച്ചെടുക്കുന്നു. ഒരാക്കം വർദ്ധിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സാധാരണ വ്യക്തിയെ ഒരു ഇതിഹാസമാക്കി മാറ്റുന്ന ആക്കം ഇതാണ്. വലിയ വിജയത്തോടെ ദിവസം ആരംഭിക്കുന്നവർ അവരുടെ ദിവസം മുഴുവൻ വിജയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ രാവിലെ പാഴാക്കുന്നവർ അവരുടെ ദിവസം മുഴുവൻ പാഴായി പോകുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഫോർമുല. ലോകത്തിലെ ഏറ്റവും മഹാനായ ആളുകളിൽ നിന്ന് ഞാൻ പഠിച്ച പ്രഭാത തത്വശാസ്ത്രം ഇതാണ്. ഇപ്പോൾ ചോദ്യം, നിങ്ങളത് സ്വീകരിക്കുമോ? നോക്കൂ, എനിക്കറിയാം, അത് എളുപ്പമല്ല.
ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ മനസ്സ് ഒഴുകിവുകൾ പറയും. ഞാൻ ഇന്നല്ല നാളെ തുടങ്ങും. എനിക്ക് കൂടുതൽ ഉറക്കം വേണം. ഇതെനിക്കുള്ളതല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ നിങ്ങൾ തുടർന്നുകൊണ്ടിരുന്നാൽ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ അവിടെ തന്നെ തുടരും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രഭാതം മാറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റും. ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി നൽകുന്നു. 21 ദിവസം മാത്രം, 3 ആഴ്ച ഈ പ്രഭാത ദിനചര്യ പിന്തുടരുക. എല്ലാ ദിവസവും ഒരു ഒഴുകിവിളവില്ലാതെ. 21 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് എന്നോട് പറയൂ. നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിക്കും, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത ഇരട്ടിയാകും, നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും, നിങ്ങളുടെ വരുമാനം വളരും. ഇതെന്റെ വാഗ്ദാനമല്ല, ഇതൊരു നിയമം, ഒരു സാർവത്രിക നിയമം. കാരണം നിങ്ങളുടെ ദിവസത്തിലെ ആദ്യ മണിക്കൂർ നിങ്ങൾ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുമ്പോൾ ശേഷിക്കുന്ന 23 മണിക്കൂർ പ്രപഞ്ചം മാന്ത്രികത കൊണ്ട് നിറയ്ക്കുന്നു. ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളോടൊരവസരം നൽകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ കഴിവിനൊരവസരം നൽകുക. നിങ്ങൾ മഹാനാകാൻ ജനിച്ചവരാണ്. എന്നാൽ മഹത്വം കൈവരിക്കുന്നത് നിങ്ങൾ ദിവസവും അതിനായി പ്രവർത്തിക്കുമ്പോഴാണ്. ആ ദൈനംദിന ജോലി ആരംഭിക്കുന്നത് രാവിലെ. ഈ വീഡിയോ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയാൽ ഇത് ലൈക്ക് ചെയ്യുക. ഇത് കേൾക്കേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. കാരണം ഞാൻ എല്ലാ ആഴ്ചയും ഇതുപോലുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന ജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നു. താഴെ കമന്റ് ചെയ്യുക, ഞാൻ രൂപാന്തരപ്പെടാൻ തയ്യാറാണ് എന്ന്. അതിനാൽ നിങ്ങൾ പ്രതിജ്ഞബദ്ധരാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങളിൽ ചോദിക്കുക. ഞാൻ അവയ്ക്ക് വ്യക്തിപരമായ ഉത്തരം നൽകും. ഓർമ്മിക്കുക, നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ വിധി നിർണയിക്കുന്നു. ഇനി തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. എഴുന്നേൽക്കൂ, പോരാ.